നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഫാഹേൽ ബീച്ചിൽ. ഇന്ന് ഈദിൻ്റെ അവധിയാണ്. അപ്പോൾ ഈദിൻ്റെ അവധി ആയതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് ബീച്ചിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ബീച്ച് കാണാം, അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരെയും ഒക്കെ കാണിക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ചൂടുകാലമാണ്. ഒരു 40-45 അതുപോലെ തന്നെ 50 ഡിഗ്രി വരെയൊക്കെ ചൂട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടെ ഇപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ചൂടൊക്കെ കുറവുണ്ട്, ഹ്യൂമിഡിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്നതിൽ വലിയ പ്രയാസമില്ല ഇന്ന്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈവനിങ് ആയതുകൊണ്ട് സമയം ഇപ്പോൾ ഇവിടെ ഒരു 6:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിലാണെങ്കിൽ നിരവധി ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രെയിനിനെ കാണാം. ക്രെയിൻ ഇത് അവിടെ വെള്ളത്തിലാണുള്ളത്. ഇതിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കുവൈത്തിലുള്ളവർക്ക് അറിയാൻ പറ്റും. മംഗോഫ് സിഗ്നലിൻ്റെ അവിടെ നിന്ന് തുടങ്ങി അൽക്കൂത്ത് വരെയാണ് നമ്മുടെ ഫാഹേൽ ബീച്ച് ഉള്ളത്. എൻ്റെ പല വീഡിയോകളിലും ഈ ലൊക്കേഷൻ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്കിൽ കൂടെ ഞാൻ ഇന്ന് ഈ വീഡിയോ രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ടാണ്. ഇവിടെ നിരവധി ആൾക്കാരാണ് ഇന്ന് ഇവിടെ ഇതിൻ്റെ ലീവ് ആയതുകൊണ്ട് ഇവിടെ ബീച്ചിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ സൂര്യാസ്തമിക്കുന്നതിൻ്റെ മനോഹരമായൊരു വ്യൂ കാണാൻ പറ്റും. ഇപ്പം നമ്മളുള്ളത് ബീച്ചിൻ്റെ സൈഡിലാണ്. അതായത് പുഴയിലേക്കൂടെയൊക്കെ നടക്കാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനിയും കരയിലോട്ടൊന്ന് പോകാം. കരയിലാണെങ്കിൽ വാക്കിംഗ് വേ ഒക്കെ ഉണ്ട്. നല്ല കല്ലൊക്കെ ഇട്ട് നിരത്തിയിട്ടുള്ള നല്ല വാക്കിംഗ് വേ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ആണെങ്കിൽ ഡെയിലി ആൾക്കാർ നടക്കാൻ വരുന്നതാണ്. ഇന്ന് പൊതുവേ ഇപ്പം ഇതിൽ നടക്കാൻ വരുന്നതൊക്കെ കുറവാണ്. ഇന്ന് സാധാരണ ലീവായതുകൊണ്ട് മറ്റ് ആളുകളാണ് ഇന്ന് മൊത്തത്തിൽ ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അതുപോലെ ആ ബീച്ചിൽ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. ഈ ബീച്ചിൻ്റെ സൈഡിൽ ഡെയിലി ഫുട്ബോൾ, ക്രിക്കറ്റ്, അതുപോലെ ഇവിടെ നിരവധി ആൾക്കാരാണ് കളിക്കാറുള്ളത്. ഇവിടെ എല്ലാവരും ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ ടിക്ടോക്കൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ആൾക്കാരുകളൊക്കെ. ഇതിപ്പോൾ നമ്മൾ ഫാഹേൽ ബീച്ചിൻ്റെ സെൻറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ടേണിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല പുല്ലൊക്കെ വിരിച്ച് അടിപൊളിയായിട്ട് നമുക്ക് ആൾക്കാർക്കൊക്കെ ഇരിക്കാനും ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണിത്. അതുപോലെ തന്നെ ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. ഇതാ കാണുന്നത് അതിനകത്ത് വാഷ്റൂമൊക്കെ ഉള്ളതാണ്. എനിക്കിവിടെ കാണാൻ പറ്റും മീനിനെ പിടിക്കുന്നത്. ചൂണ്ടയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കാണാം. ഇവിടെ സ്ഥിരം ആൾക്കാർ മീനിനെ പിടിക്കുന്ന ഒരു ഏരിയയാണിത്. അൽക്കൂത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് ലോങ്ങിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരാണ് വെള്ളത്തിലുള്ളത്, കുളിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞായിരുന്നു നമ്മുടെ ഫഹൽ ബീച്ച് തുടങ്ങുന്നത് അങ്ങ് അൽക്കൂത്ത് മാളിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ മംഗ് ഓഫ് സിഗ്നൽ വരെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇത് അൽക്കൂത്ത് മാളിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ ആൾക്കാർക്ക് ടോയ്ലറ്റും അതൊക്കെ ഫെസിലിറ്റീസൊക്കെ ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടിയുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വലിയൊരു ജനക്കൂട്ടത്തെ തന്നെ കാണാൻ പറ്റും. ബീച്ചിലും അതുപോലെ തന്നെ വാക്കിംഗ് വേയിലും ഇവിടെ സൈഡിലൊക്കെ ഇരിക്കുന്നതായിട്ടും നിൽക്കുന്നതായിട്ടൊക്കെ നിരവധി ജനങ്ങളാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇന്ത്യക്കാരും അതുപോലെ തന്നെ പാകിസ്ഥാൻ അതുപോലെ ബംഗ്ലാദേശി നേപ്പാളികളൊക്കെയാണ്, അതുപോലെ ഈജിപ്ഷ്യൻസും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ പൊതുവേ വൈകുന്നേരങ്ങളിൽ സാധാരണ ഇവിടെ കുവൈത്തികളൊക്കെയാണ് നടക്കാനൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ അവരെ കാണാൻ പറ്റുന്നില്ല. പൊതുവേ ഇന്ന് ലീവായതുകൊണ്ട് കുവൈത്തികളൊക്കെ മൊത്തം കുവൈത്ത് വിട്ട് പുറത്ത് പോയിട്ടുണ്ടാവും എന്നാണ് പൊതുവെ പറയുന്നത് കേൾക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ അൽക്കൂത്ത് മാള്. ഇത് പഴയ അൽക്കൂത്ത് മാളാണ്. പുതിയ അൽക്കൂത്ത് മാള് റോഡിനപ്പുറത്ത് വലിയൊരു മാളായിട്ട് ഉണ്ട്. ഇത് ബീച്ചിൻ്റെ സൈഡിലുള്ള അൽക്കൂത്ത് മാളാണ്. ഇവിടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾ മാർക്കറ്റും എല്ലാം ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ അൽക്കൂത്ത് മാളിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒരുപാട് വീഡിയോസ് ഷോർട്സും അതുപോലെ തന്നെ ലോങ് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം.